പതിറ്റാണ്ടുകളായുള്ള മണ്ഡലത്തിലെ രാഷ്ട്രീയ ചരിത്രം ഇത്തവണ തിരുത്തി കുറിക്കുമെന്നും പേരാമ്പ്രയിൽ UDF വിജയം ഉറപ്പാണെന്നും സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ പലകുറി ആവർത്തിച്ചു പറഞ്ഞതാണ്. അന്ന് പരിഹസിച്ച CPM-കാർ ഇനി തലയിൽ മുണ്ടിട്ട് വേണം നടക്കാൻ. തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വലിയ ആത്മവിശ്വാസമാണ് വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ഉള്ളതെന്നും ഫാത്തിമ തഹ്ലിയ വ്യക്തമാക്കിയിരുന്നു. ഇത്തവണ പേരാമ്പ്ര UDF-നോടൊപ്പം നിൽക്കുമെന്നും സംസ്ഥാനത്ത് UDF ഭരണമുണ്ടാകുമെന്നും ഫാത്തിമ പറയുന്നുണ്ട്. അതേസമയം പേരാമ്പ്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉണ്ടായ ചില അനാരോഗ്യകരമായ പ്രവണതകൾ ഗൗരവകരമായി പരിശോധിക്കപ്പെടണമെന്ന് LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയതും വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ഓർക്കേണ്ട ഘടകമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതലാണ് ഇത്തരത്തിലുള്ള ശൈലികൾ ആരംഭിച്ചതെന്നും ഇടതുപക്ഷത്തിന് ഇത്തരമൊരു രീതിയല്ല ഉള്ളതെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. തോൽവി ഉറപ്പിച്ച രീതിയിലായിരുന്നു രാമകൃഷ്ണന്റെ പരാമർശം. നിസ്സാരമായി വിജയിക്കാവുന്ന അന്തരീക്ഷത്തിൽ നിന്ന് കടുത്ത പോരാട്ടത്തിലേക്ക് പേരാമ്പ്രയെ മാറ്റിയത് CPM തന്നെയാണ്. പിന്നാലെ സംസ്ഥാന പോലീസ് രഹസ്യാന്വേഷണ റിപ്പോർട്ടിലും പേരാമ്പ്രയിൽ അട്ടിമറിക്ക് സാധ്യതകളുണ്ടെന്ന് പറയപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ റിപ്പോർട്ട് സത്യമായി ഭവിക്കുകയാണ്. LDF-നെ സംസ്ഥാനത്ത് നയിക്കുന്ന നേതാവാണ് രാമകൃഷ്ണൻ. അതിനുമപ്പുറം CPM-ന്റെ ഉറച്ച കോട്ടയാണ് പേരാമ്പ്ര. അതിന്റെ ആലസ്യത്തിൽ പ്രചാരണം നയിച്ച CPM അവസാന ലാപ്പിൽ ഉണർന്ന് പ്രവർത്തിച്ചെങ്കിലും സമയം അതിക്രമിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയക്കെതിരെ വർഗീയ പ്രചാരണം പലകുറി ആവർത്തിച്ചിട്ടുണ്ട് CPM. അതിന് കാരണം മുകളിൽ നമ്മൾ സൂചിപ്പിച്ച പരാജയ ഭീതി തന്നെയാണ്. നൊച്ചാട് പഞ്ചായത്തിലെ ചാലിക്കരയിലാണ് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയക്കെതിരെ LDF നടത്തിയ അനൗൺസ്മെന്റ് രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയത്. നമ്മുടെ വോട്ട് നമ്മുടെ ഗൗമിലെ കുട്ടിക്ക് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് വോട്ട് പിടിക്കുന്നു എന്നാണ് LDF പ്രചാരണം നടത്തിയത്. LDF സ്ഥാനാർത്ഥികളുടെ ബോർഡ് വെച്ച വാഹനത്തിൽ നിന്നാണ് വിവാദമായ അനൗൺസ്മെന്റ് ഉണർന്നത്. മുസ്ലിം ലീഗ് മതരാഷ്ട്രീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്നും മതസാഹോദര്യത്തെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങളെ മതനിരപേക്ഷവാദികൾ ചെറുക്കണമെന്നും അനൗൺസ്മെന്റിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്നാൽ വർഗീയ വിഭജനം ലക്ഷ്യമിട്ട് LDF കള്ളപ്രചാരണം നടത്തുകയാണെന്ന് ആരോപിച്ച് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. എന്നിട്ടും അവിടെ CPM അവിടെ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. ഫാത്തിമയുടെ വിജയം ചരിത്രമാവുകയാണ്. CPM-നെ മാത്രം വിജയിപ്പിച്ച് ശീലമുള്ള പേരാമ്പ്രയിൽ പാർട്ടി സഖാക്കന്മാരുടെ തലതിരിഞ്ഞ നയങ്ങളാണ് ലീഗിനെ വിജയിപ്പിക്കാൻ സഹായകമായ ഘടകവും എന്ന് നമുക്ക് കാണാൻ സാധിക്കും.